ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ വിശ്വാസിയും എല്ലാ വർഷവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് 2000 ആണ്ടിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ചത് നമുക്കെല്ലാം അറിവുള്ളതാണ്. അന്ന് വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധ പദവിയിലേക്ക് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെയാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ചത്. ഇന്നേ ദിവസം നാം നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, മറിച്ച് ആ പാപം വഴിയുള്ള ശിക്ഷയിൽ നിന്നുള്ള ഇളവും മോചനവും ലഭിക്കുമെന്ന് വിശുദ്ധയിലൂടെ ദൈവം യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനാൽ നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കുമ്പസാരമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കുമ്പസാര ഇൻഡിവിജ്വൽ കൺഫെഷൻ, വ്യക്തിപരമായിട്ടുള്ള കുമ്പസാരത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. എന്ത് കാര്യമാണെങ്കിലും അത് പ്രകടിപ്പിക്കുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. സ്നേഹമായിക്കൊള്ളട്ടെ, ക്ഷമയായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് പ്രകടിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ കൺഫെഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കുമ്പസാരം നടത്തുമ്പോൾ അത് ഒരുവൻ്റെ മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ രമ്യതപ്പെടുവാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണെന്ന് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം നടത്തുന്നത് ദൈവവുമായിട്ടും സഭയുമായിട്ടുള്ള രമ്യതപ്പെടലാണ്. അത് നാം പ്രകടിപ്പിക്കുന്ന അവസരമാണ് ആ വ്യക്തിപരമായിട്ടുള്ള കുമ്പസാരമെന്ന്. ഈ കുമ്പസാരത്തിലൂടെ പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള ഇളവും നമുക്ക് ലഭിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ലിയോ 14 പാപ്പ മറ്റൊരു കാര്യം നമ്മോട് പറയുന്നുണ്ട്. ദൈവം തൻ്റെ കരുണയിൽ നിന്ന് ഒരു മനുഷ്യനെയും മാറ്റി നിർത്തിയിട്ടില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നാം കാണുന്നുണ്ട്, ആ ഏറ്റവും വലിയ പാപിക്കാണ് ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ അവകാശമുള്ളത്. തൻ്റെ ആ കരുണയുടെ കടലിൽ മുങ്ങിത്താഴുവാനായിട്ട് യേശു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പാപിയായിക്കൊള്ളട്ടെ, ആ കരുണയിൽ ആശ്രയിക്കുവാനായിട്ടുള്ള ക്ഷണം നാം ഇന്ന് സ്വീകരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സന്തോഷത്തോടെ നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നാം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ക്ഷമയും ശിക്ഷയിൽ നിന്നുള്ള ഇളവും നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.